നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ പ്രതികൾ. ഗൺമാൻ അനിൽകുമാർ അടക്കം 5 പേരാണ് പ്രതികൾ. സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപും പ്രതിയാണ്. SIT ആലപ്പുഴ കോടതിയിൽ റിപ്പോർട്ട് നൽകി. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, പെട്ടെന്നാണ് നടപടികൾ വരുന്നത് എന്നത് പ്രധാനമാണ്. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നുള്ളതായിരുന്നു SIT രൂപീകരിച്ചപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. പക്ഷേ അത്രയും ദിവസങ്ങൾ പൂർത്തിയാകുന്നില്ല. അതിനു മുൻപ് തന്നെ നടപടികൾ ഉണ്ടാവുകയാണ്. അട്ടിമറി ഉണ്ടായിരിക്കുന്നു അന്വേഷണ റിപ്പോർട്ടിൽ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായും ഈ അട്ടിമറി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും റിപ്പോർട്ടുകൾ തിരുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ 5 പേരെയും പ്രതികളാക്കാനുള്ള തീരുമാനം കൂടി കൈക്കൊള്ളുകയാണ്. 2 ഗൺമാൻമാർ, 3 പോലീസുകാർ എന്നിവരാണ് പ്രതികളായി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. SIT റിപ്പോർട്ട് നൽകിയിരിക്കുന്നു, ആലപ്പുഴ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, പ്രതികളായിരിക്കുന്നു, നടപടിക്ക് ശുപാർശ ചെയ്യുമോ? മധു, അല്പസമയം മുമ്പാണ് ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ റിപ്പോർട്ട് SIT നൽകിയിരിക്കുന്നത്. 5 പേരാണ് പ്രതികൾ. അതായത് നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഗൺമാൻ, അതായത് മുൻ മുഖ്യമന്ത്രിയുടെ PSO ആയിട്ടുള്ള അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള സന്ദീപും മാത്രമല്ല 5 പേരെയാണ് പ്രതികളാക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ പട്ടികയിലുണ്ടായിരുന്ന പ്രതിചേർന്നിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഗൺമാനായിട്ടുള്ള അനിൽകുമാർ അടക്കം 5 പ്രതികളാണ് ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാൻമാർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾ എന്ന് പറയുന്നത് 5 പേർ. ഹരിമോഹനിലേക്ക് തിരികെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ പ്രതികളായിരിക്കുന്നു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസിൽ ഗൺമാൻ അനിൽകുമാർ അടക്കം 5 പേരാണ് പ്രതികൾ. സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപും പ്രതിയാണ്. SIT ആലപ്പുഴ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. മുൻ ഗൺമാൻമാരടക്കം പ്രതികളായിരിക്കുന്നു എന്നുള്ളതാണ്. ഏറെക്കാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ പുതിയ സർക്കാർ വന്നപ്പോൾ AD തോമസ് MLA അടക്കമുള്ളവരാണ് അന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന് ഇരകളായത്. അവരുടെ പുതിയ പരാതി വന്നിരിക്കുന്നു. ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് SIT രൂപീകരണം ഉണ്ടാകും, ആഭ്യന്തര വകുപ്പ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ്. 5 പേരെ പ്രതികളാക്കിക്കൊണ്ട് ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഹരിമോഹൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഹരിമോഹൻ, 3 പോലീസുകാർ, 2 ഗൺമാൻമാർ, ആകെ 5 പേർ. ഈ പോലീസുകാർ കൂടി എങ്ങനെയാണ് ഉൾപ്പെടുന്നത്? മധു, ഈ 5 പേരും അന്നത്തെ മർദ്ദനത്തിൽ പങ്കാളികളായി എന്നുള്ള കണ്ടെത്തലാണ് SIT നടത്തിയിരിക്കുന്നത്. അതായത് ഈ അനിൽകുമാറും സന്ദീപും മാത്രമല്ല, അരുണും വിപിനും ഷൈജുവും സമാനമായിട്ടുള്ള പ്രവൃത്തിയിൽ അന്ന് ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി ഈ പ്രവർത്തകരെ മർദ്ദിക്കുന്നതിൽ മറ്റു 3 പേർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ SITക്ക് മനസ്സിലായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 5 പേരെയും പ്രതി ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ അല്പസമയം മുമ്പ് നൽകിയത്. നിലവിൽ ഈ 5 പേർക്കുമെതിരെ ഒരു വകുപ്പും ചുമത്തിയിട്ടില്ല. വകുപ്പുകൾ ചുമത്തുന്നത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും. ഏതൊക്കെ വകുപ്പുകൾ ചുമത്തണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ അപ്പോൾ മാത്രമായിരിക്കും ഒരു തീരുമാനം വരിക എന്നുള്ളതാണ് നിലവിൽ SIT പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിലുള്ളത് ചട്ടലംഘനം തന്നെയാണ് എന്നുള്ള കാര്യം സംശയഭേദമന്യേ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ SIT ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം അല്ലെങ്കിൽ പ്രവർത്തകരെ മർദ്ദിക്കാൻ ഉപയോഗിച്ചത് ലാത്തി ആയിരുന്നില്ല, മറിച്ച് ലാത്തിക്ക് സമാനമായ മറ്റൊരു ഒരു വടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഉപയോഗിക്കേണ്ട ലാത്തി അടക്കമുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു വടി ഉപയോഗിച്ച് പ്രവർത്തകരെ മർദ്ദിച്ചപ്പോൾ എല്ലാ തരത്തിലും ചട്ടങ്ങൾ ലംഘിച്ചു എന്നുള്ളത് തന്നെ. ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കോടതി നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി SIT രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. കോടതി നിർദ്ദേശം പ്രാബല്യത്തിലുണ്ടായിരുന്നത് SITക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുകയാണ്. ഹരി, കേൾക്കാമോ? അത് തീർച്ചയായിട്ടും ഈ നേരത്തെ കോടതിയുടെ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു. കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു തുടരന്വേഷണം നടത്തേണ്ടതുണ്ട്. അതായത് ക്രൈംബ്രാഞ്ചും നേരത്തെ ആലപ്പുഴ DYSPയും നൽകിയിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ വേണ്ടത്ര വിശ്വാസയോഗ്യമല്ല. അതിനകത്ത് ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതായത് ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് ഈ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചത്. ദൃശ്യങ്ങൾ
ദൃശ്യങ്ങളിൽ ആ മർദ്ദനമുണ്ട്. പക്ഷെ അത് കൃത്യനിർവഹണമാണ്. ഈ ഗൺമാന്റെ അടക്കം ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ചട്ടലംഘനവും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആ മർദ്ദനം ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു. അതായത് ഈ കേസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിൽ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. 5 ഉദ്യോഗസ്ഥരാണ് ആകെ ഈ കേസ് അന്വേഷിച്ചത്. എല്ലാവരും തന്നെ ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ടുകളാണ് പല ഘട്ടങ്ങളിലായി സമർപ്പിച്ചത്. പക്ഷേ കോടതി, ആലപ്പുഴ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഈ ദൃശ്യങ്ങൾ നേരിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള എന്നൊരു ന്യായം നൽകുന്നത് എന്നുള്ളതായിരുന്നു അന്നു മുതലുള്ള ഒരു ചോദ്യം. ഹരിമോഹൻ, ഇത് മറ്റേ ബാഹുബലി സിനിമയിലെ പൾവാർ ദേവന്റെ വാഹനം പോലെ മാരകായുധം ചുഴറ്റിക്കൊണ്ട് ജനങ്ങൾക്കിടയിലൂടെ പോകേണ്ട ഒന്നല്ലല്ലോ. ആ നിലയ്ക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങി അവിടെ പിന്നെ പോലീസുകാർ എന്തിനാണ് എന്നൊരു ചോദ്യം നിൽക്കുന്നില്ലേ?